വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് നമ്മുടെ സദ്യക്കൊക്കെ വിളമ്പാൻ പറ്റിയ ഒരു കിച്ചടി ആയിട്ടാണ്. അപ്പം ഈ വീഡിയോ കാണുന്നവർ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു മീഡിയം സൈസിലുള്ള വെള്ളരിക്ക എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് തോലൊക്കെ കളഞ്ഞ് ഇതിനുള്ളിൽ ചെറിയ ചെറിയ കുരുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. വെള്ളരിക്ക നന്നാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ട് നന്നായി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഇത് വേവിക്കാതെ ഉണ്ടാക്കാറുണ്ട്. ഞാനിവിടെ വേവിച്ചിട്ടാണ് ഇതുണ്ടാക്കുന്നത്. പിന്നെ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്ടിയിലേക്ക് നമുക്ക് ഇത് വേവാനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് നന്നാക്കി വെച്ച കഷ്ണങ്ങൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനാവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതൊന്നൊരു മൂടി വെച്ച് ഒരു 10-15 മിനിറ്റ് ഒന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ വെള്ളരിക്ക വേവുമ്പോഴത്തേക്ക് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി എടുക്കാനുണ്ട്. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആദ്യം ചേർത്ത് കൊടുക്കുന്ന ഒരു അരമുറി തേങ്ങ ചിരകിയതാണ്. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായ മുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കിച്ചടിക്ക് മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് എരിവ് എന്തോരം വേണം അതിനനുസരിച്ച് മുളക് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 മുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് 3 കൂടി നമുക്ക് നന്നായി ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളരിക്ക ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിത് തുറന്ന് വെച്ച് ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ നന്നായി വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആദ്യം അരച്ച് വെച്ച അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ വേറൊരു 1/2 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തിട്ട് എടുത്തതാണ്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് മിക്സ് ആക്കി എടുക്കാം നമുക്ക്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് നന്നായി ഒന്ന് ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് തൈരിനനുസരിച്ച് ഒരു തുണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാൻ നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇളക്കിക്കൊണ്ട് തന്നെ ഇരിക്കുക. ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫാക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു കടുക് തൂമിച്ചിടാനുണ്ട്. അപ്പോൾ അതിനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചട്ടി ഒന്ന് നന്നായി ഒന്ന് ചൂടായി വരട്ടെ. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ഒന്ന് ചൂടായതിന് ശേഷം വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുകൊന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പിന്നെ കുറച്ച് ഉണക്കമുളക് ചെറുതാക്കി അരിഞ്ഞതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മുളകൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ കിച്ചടിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കാം. നല്ല ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള നമ്മുടെ കിച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇനിയും പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.